ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും ചക്കരയും പഞ്ചാരയും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു 200 ഗ്രാം അവലെടുത്തിട്ടുണ്ട്. പിന്നീട് ശർക്കര 1 കിലോ, നെയ്യ് ആവശ്യത്തിന്, പിന്നീട് തേങ്ങ ഈ ഒരു ബൗൾ സൈസിലാണ് എടുത്തേക്കുന്നത്. പിന്നീട് ഇത് പൊട്ടുകടലയാണ്, ഇത് 50 ഗ്രാം ഉണ്ട്. പിന്നീട് എള്ള്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക, ചുക്കുപൊടി, ജീരകം പൊടിച്ചത്, ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ ശർക്കര നമുക്ക് പാനിയാക്കിയിട്ട് വരാം. നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇതിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളാണെങ്കിൽ ഇതിനകത്തേക്ക് 150 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും പൊട്ടുകടലയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് വറുത്ത് കോരാം. നമ്മൾ നേരത്തെ വറുത്ത് കോരിയ നെയ്ക്കകത്ത് തന്നെ ഇപ്പം നമ്മൾ ശർക്കര പാനി ആക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇത് വെള്ളം വറ്റിച്ചെടുക്കുക. നമ്മൾ ശർക്കര പാനിക്കകത്ത് അധികം വെള്ളമുള്ളത് നമ്മൾ വറ്റിച്ചെടുക്കണം. നമ്മൾ കൂടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നല്ല രസമുണ്ട് ഇത് കാണാൻ, ബബിൾസൊക്കെ വരുന്നത്. ഇപ്പം നമ്മുടെ ശർക്കര പാനിയിലുള്ള അധികം വെള്ളം എല്ലാം വറ്റി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത് കണ്ടോ, ഈ സ്പൂണിലൂടെ വീഴുന്ന കണ്ടോ, പിന്നെ തുള്ളി തുള്ളിയായിട്ട് വീഴും. അതുപോലെ തന്നെ നമ്മൾ കൈക്കകത്ത്, ഇത് ചൂടുണ്ട്, കൈക്കകത്ത് നമ്മൾ ആക്കുമ്പോൾ കണ്ട ഈ ഒരു നൂല് പരുവത്തിൽ വരുന്നതായിട്ടും കാണാം. ഇനി നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന പൊട്ടുകടലയും ഒക്കെ, പിന്നീട് എള്ളും, പിന്നീട് ജീരകപ്പൊടിയും ചുക്കുപൊടിയും ഏലക്കയും എല്ലാം കൂടി ഇട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലെ തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ശർക്കര പാനിയും അവലും ഒക്കെ നല്ല രീതിയിൽ യോജിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ അവൽ വിളയിച്ചത് റെഡി ആയിരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അഡീഷണലായിട്ട് കുറച്ച് അവൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഇത്രയും മധുരം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ശർക്കരയുടെ അളവ് കുറച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും മധുരം എടുത്തിരിക്കുന്നത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് മധുരം ഇഷ്ടമായത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.